സർക്കാർ ഫണ്ട് ലഭിക്കാത്തതുമൂലം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഉച്ചകഞ്ഞി മുടങ്ങുന്ന സ്ഥിതിയാണ്. കഴിഞ്ഞ 2 സാമ്പത്തിക വർഷങ്ങളിലെയും ഫണ്ട് ഇനിയും ലഭിച്ചിട്ടില്ല. സ്കൂൾ തുറന്ന് 2 മാസം പിന്നിടുമ്പോഴും സംസ്ഥാനത്തെ പല സ്കൂളുകളിലും ഇതാണ് അവസ്ഥ. ഒരു കുട്ടിക്ക് ദിവസം 6 രൂപ എന്ന കണക്കിലാണ് സർക്കാർ ഫണ്ട് അനുവദിക്കുന്നത്. ആഴ്ചയിൽ 2 ദിവസം പാലും 1 ദിവസം മുട്ടയും കുട്ടികൾക്ക് നൽകണം. ഉച്ചഭക്ഷണത്തോടൊപ്പം 2 കൂട്ടം കറികളും ഉണ്ടാവും. സർക്കാർ അനുവദിക്കുന്ന തുക ഒന്നിനും തികയാത്തതിനാൽ ബാക്കി തുക PTA ആണ് കണ്ടെത്തുന്നത്. ഉച്ചകഞ്ഞിയുടെ ചുമതല വഹിക്കുന്ന ഹെഡ്മാസ്റ്റർക്ക് തന്നെയാണ് തുക കണ്ടെത്തേണ്ട ബാധ്യതയും. അതിനാൽ തന്നെ പല ഹെഡ്മാസ്റ്റർമാരും ഭീമമായ കടത്തിലാണ്. ഇനിയും തുക ലഭിച്ചില്ലെങ്കിൽ ഈ ഉച്ചക്കഞ്ഞി പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയാത്ത, ഒരു വിധത്തിലും കഴിയാത്ത ഒരവസ്ഥയുണ്ട്. പ്രഥമാധ്യാപകരുടെ മാസങ്ങളോളമായിട്ടുള്ള ശമ്പളം ഇതിനായിട്ട് മുടക്കിയിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് പ്രഥമാധ്യാപകരുടെ കുറ്റമല്ല. നിത്യോപയോഗ സാധനങ്ങളുടെയും പാചകക്കാർക്കുള്ള വേതനം, പാചകവാതകം, വിറക് എന്നിവയുടെയും വിലവർധന ഉച്ചക്കഞ്ഞി വിതരണത്തെ ബാധിക്കുന്നതായി അധ്യാപകർ പറയുന്നു. സർക്കാർ നൽകുന്ന തുക വർദ്ധിപ്പിക്കുകയും അവ മുടങ്ങാതെ നൽകുകയും ചെയ്താൽ മാത്രമേ ഉച്ചക്കഞ്ഞി വിതരണം സുഗമമായി മുന്നോട്ടു പോകൂ എന്ന് രക്ഷകർത്താക്കളും പറയുന്നു. സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ തങ്ങളുടെ കഞ്ഞിയിൽ മണ്ണ് വീഴുമോ എന്നുള്ള ഭയത്തിലാണ് ഈ കുരുന്നുകൾ. ഇടുക്കിയിൽ നിന്നും ക്യാമറാമാൻ സിജു വാഗമണ്ണൊപ്പം ബിജു തറയിൽ.